ഹായ് ഹലോ എല്ലാവർക്കും ബിഗ് ബോസിൻ്റെ മറ്റൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്ന് ലാലേട്ടൻ വന്ന ദിവസമായിരുന്നു. ലാലേട്ടൻ എടുത്ത വഴി പറഞ്ഞത് സാധാരണ ആണുങ്ങളാണ് രണ്ടുപേരും അടിയുണ്ടാക്കുന്നത്, പക്ഷേ അതിന് വിപരീതമായി ഇപ്രാവശ്യം പെണ്ണുങ്ങളാണ് അടിയുണ്ടാക്കിയത് എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അവർക്ക് അധികം പണിഷ്മെൻറ്റ് കൊടുത്തോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. അവർക്ക് എല്ലാ ദിവസവും 2 മണിക്കൂർ ജയിലിൽ, പിന്നെ കൂടാതെ ജിസൈലിൻ്റെ ബാഡ്ജ് അനുമോൾ കുത്തണം, അനുമോളുടെ ബാഡ്ജ് ജിസൈൽ കുത്തണം, പിന്നെ കൂടാതെ അടുത്ത ആഴ്ചത്തെ നോമിനേഷൻ. ഇത്രയാണ്. അപ്പോഴേക്കും റോബിൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ഇരട്ടത്താപ്പാണ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇത് ബിഗ് ബോസിൻ്റെ റൂള്, ബിഗ് ബോസിൻ്റെ വീട്, ബിഗ് ബോസിൻ്റെ നിയമം. ഇതാണ് എനിക്കതിൽ പറയാനുള്ളത്. ഇരട്ടത്താപ്പാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. മേ ബി സ്ത്രീകളായതുകൊണ്ട് അവർക്കൊരു പിന്നെ കൺസിഡറേഷൻ കൊടുത്തതാവാം. അപ്പം അത്രയാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്. അതിനുശേഷം ഇന്നത്തെ ദിവസത്തിലേക്ക് വരാം. അനുമോളുടെ പാവയെ ചൊല്ലിയിട്ടായിരുന്നു ഇന്നത്തെ പ്രശ്നം. അനുമോളുടെ പാവയെ കെട്ടിത്തൂക്കുന്നു, ജയിലിൽ നിന്ന് വലിച്ചെറിയുന്നു, ജയിലിൽ കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറയുന്നു. ഇതൊക്കെയാണ് സിറ്റുവേഷൻ. അനുമോൾക്ക് എപ്പോഴും ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആയിരിക്കണമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശൈത്യ ഇന്ന് ജിസൈലിൻ്റെയും ആര്യൻ്റെയും കൂടെ പോയി ഇരുന്നപ്പം അനുമോൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് ചെയ്യരുത് എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് പിണങ്ങിയൊക്കെ ആയിട്ട് ഇരിക്കുന്നത് കണ്ടു. സോ അതിൻ്റെ എന്താണ് അന്തസത്ത എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ കൂടാതെ ലാലേട്ടൻ ഇരിക്കുന്ന സമയത്ത് അവിടെ ഒരു വാക്ക് പറഞ്ഞു, ഞാൻ ഈ ബിഗ് ബോസിൻ്റെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്, അവരെനിക്ക് നന്നായി പേയ്മെൻറ്റ് തരുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ആ ഇമോഷണലായിരിക്കുമ്പോൾ സംസാരിച്ചു. സോ ഈ ഇമോഷനൊക്കെ ഇട്ടത് ഈ പേയ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നോ അതോ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ടായിരുന്നോ എന്ന് എനിക്കൊരു ചോദ്യം അങ്ങോട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും കേട്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇത് അനുമോൾ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കൂടാതെ ആര്യൻ്റെ ആറ്റിറ്റ്യൂഡാണ് ലാലേട്ടനോടുള്ളത്. ഈവൻ ഇന്ന് പറഞ്ഞപ്പോഴടക്കം പിന്നെ ആര്യൻ ചിരിക്കുകയാണ് ചെയ്യുന്നത്. മേ ബി എന്താ പറയുക, മലയാളത്തിൻ്റെ ഇഷ്യൂ ആയതാണോ പുള്ളീൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണോ എന്നറിയത്തില്ല. പക്ഷേ അത്രയും വലിയൊരു മഹാനായ ഒരാൾ പറയുമ്പോൾ കുറച്ചും കൂടെ സീരിയസ്നെസ്സോടെ അതിനെ നോക്കി കാണാനുള്ളതിന് പകരം ചിരിക്കുന്നൊരു ആറ്റിറ്റ്യൂഡ് അതൊട്ടും ശരിയായില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ ആഴ്ച പിന്നെ ഒരു എവിക്ഷനും നടക്കാൻ ചാൻസ് ഇല്ല. അതിന് പകരം അടുത്ത ആഴ്ച മിക്കവാറും എവിക്ഷൻ നടക്കാനുള്ള ചാൻസും ഉണ്ട്. പിന്നെ വൈൽഡ് കാർഡ് എൻട്രീസ് വരാനുള്ള ചാൻസ് ഉണ്ട് എന്ന് ലാലേട്ടൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ സംഭവിച്ചത്.